നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ആഗോള ഗണിത ശാസ്ത്ര രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ ഗണിത ജ്യോതിശാസ്ത്രജ്ഞൻ സംഗമഗ്രാമ മാധവൻ ജീവിച്ചിരുന്ന കല്ലറ്റുങ്കരയിലെ ഇരിഞ്ഞാടപ്പള്ളി മനയിലും വനനിരീക്ഷണം നടത്തിയിരുന്ന ഇരിഞ്ഞാടപ്പള്ളി ക്ഷേത്രത്തിലും ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള സന്ദർശനം നടത്തി. വിയ്യൂർ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന മകന് നൽകാൻ കഞ്ചാവുമായി വന്ന അമ്മ അറസ്റ്റിൽ. ആളൂർ പഞ്ചായത്തിലെ കൊമ്പൊടിഞ്ഞ മക്കലിൽ വിളവെടുപ്പിനൊരുങ്ങി ചെണ്ടുമല്ലിത്തോട്ടം. സ്കൂട്ടറിൽ പോവുകയായിരുന്ന ദമ്പതികൾക്കു നേരെ കാട്ടാനയുടെ ആക്രമണം. വാർത്തകൾ വിശദമായി. ന്യൂട്ടന്റെ തിയറിയോടൊപ്പം മാധവ ന്യൂട്ടൻ തിയറി എന്നാക്കി അതിനെ രൂപാന്തരപ്പെടുത്താൻ ആധുനിക ലോകവും ഗണിതശാസ്ത്ര മേഖലയും തയ്യാറാകുമ്പോൾ കേരളത്തിലെ ഒരു കരിക്കുലത്തിലും ഇത് ഉൾപ്പെടുത്തുവാനോ ഒരു യൂണിവേഴ്സിറ്റിയിലും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുവാനോ തയ്യാറാകാത്തത് ഖേദകരമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പറഞ്ഞു. ആഗോള ഗണിതശാസ്ത്ര രംഗത്ത് മികച്ച സംഭാവനകൾ നൽകി ഗണിത ജ്യോതിശാസ്ത്രജ്ഞൻ സംഗമഗ്രാമ മാധവൻ ജീവിച്ചിരുന്ന കല്ലറ്റുങ്കരയിലെ ഇരിഞ്ഞാടപ്പള്ളി മനയിലും വനനിരീക്ഷണം നടത്തിയിരുന്ന ഇരിഞ്ഞാടപ്പള്ളി ക്ഷേത്രത്തിലും സന്ദർശനം നടത്തി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഗമഗ്രാമ മാധവന്റെ ഒരു ഛായാചിത്രമോ ഒരു ബോർഡ് പോലുമോ അവിടെങ്ങും ഇല്ലാത്തതും പുതുതലമുറയ്ക്ക് കൈമാറേണ്ട ഈ വസ്തുതകൾ മറച്ചു വയ്ക്കുന്നത് മലയാളിയായി തന്നെ വേദനിപ്പിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലയാളിയായി എന്നെ ഏറ്റവും വേദനിപ്പിക്കുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഇതിന് മുൻകൈ എടുത്ത കോളേജിലെ പ്രിൻസിപ്പലിനെയും അതിനുവേണ്ടി പുസ്തകം എഴുതിയ മലയാള വിഭാഗത്തിൻ്റെ ലിറ്റി ജോണിനെയും ലിറ്റി ചാക്കോയെയും അവിടേക്ക് വിളിച്ചിരിക്കുകയാണ്. സെൻട്രൽ ഗവൺമെൻറ് എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകും. കാരണം ഇതൊരു നാടിൻ്റെ മാനബിന്ദുവാണ്. ന്യൂട്ടന് 3 ശതാബ്ദങ്ങൾക്ക് മുമ്പ് ന്യൂട്ടൻ കണ്ടുപിടിച്ച തിയറിയെ സംബന്ധിച്ചിടത്തോളം ഗണിതശാസ്ത്രത്തിൽ മാത്രമല്ല വനനിരീക്ഷണ മേഖലയിലും അപ്പോൾ ഇത് ഇത്ര ആധികാരികമായിട്ടുണ്ടെന്ന് എല്ലാവരും അംഗീകരിക്കുമ്പോൾ എന്തേ നമ്മുടെ കരിക്കുലത്തിൽ അത് വന്നില്ല? ഞാനാരെയും ഞാൻ എൻ്റെ ഒരു സ്വഭാവം വിമർശിക്കലല്ല. അതുകൊണ്ട് ഞാനാരെയും പഴിക്കുന്നില്ല, വിമർശിക്കുന്നില്ല. ദൗർഭാഗ്യകരമാണ് സ്ഥിതിയെന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽപ്പെട്ടവരോട് പോലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും ക്രൂരത പാടില്ല. ഈ കാര്യത്തിൽ കേന്ദ്രം ഉണർന്ന് പ്രവർത്തിക്കുകയാണെന്നും ഈ വിഷയത്തിൽ പുസ്തകം എഴുതിയ ഇരിഞ്ഞാലക്കുട സെൻറ് ജോസഫ് കോളേജിലെ മലയാളം HOD ലിറ്റി ചാക്കോയെയും കോളേജ് പ്രിൻസിപ്പാളിനെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണെന്നും സംഗമഗ്രാമ മാധവനിലൂടെ കേരളീയ ഗണിത സരണിയെക്കുറിച്ചുള്ള സമഗ്ര പഠനം നടത്താനും ഇരിഞ്ഞാലക്കുടയെ ഗണിത ടൂറിസം പൈതൃക കേന്ദ്രമാക്കി ഉയർത്താനുമുള്ള പദ്ധതികൾ ഒരുങ്ങുന്നതായും അദ്ദേഹം അറിയിച്ചു. സെൻറ് ജോസഫ് കോളേജ് തയ്യാറാക്കിയ 2 പ്രബന്ധങ്ങൾ ഗവർണർ നേരിട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുമെന്നും കോളേജിൻ്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള 2 സെന്ററുകൾ വരുമെന്നാണ് പ്രത്യാശിക്കുന്നതെന്നും ഗവർണർ പറഞ്ഞു. കാൽക്കുലസിന്റെ അടിത്തറ പാകിയത് 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മാധവനാണ്. വേണ്വാരോഹം എന്ന ഗണിത ഗ്രന്ഥത്തിൽ നിന്നാണ് സംഗമ മാധവനെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിക്കുന്നത്. താൽക്കാലിക സ്ഥാനത്തിൻ്റെ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രൻ്റെ കൃത്യമായ സ്ഥാനവും ആകൃതിയും കണക്കുകൂട്ടാനുള്ള സങ്കേതം വിവരിച്ചിരിക്കുന്ന ഈ ഗ്രന്ഥം മാത്രമാണ് ധാരാളം ഗണിതശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ടെന്ന് പറയുന്ന മാധവൻ്റേതായി ഇന്ന് ലഭ്യമായിട്ടുള്ളത്. ഈ ഗ്രന്ഥം ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ കൈപ്പുസ്തകമായി കരുതപ്പെടുന്നു. തുടർന്ന് ഇരിഞ്ഞാലക്കുട സെൻറ് ജോസഫ് കോളേജിൽ സന്ദർശനം നടത്തിയ ഗോവ ഗവർണർ ഡോക്ടർ ലിറ്റി ചാക്കോയുടെ സംഗമഗ്രാമ മാധവനെക്കുറിച്ച് നടത്തുന്ന ഗവേഷണത്തിൻ്റെ പുരോഗതി വിലയിരുത്തി. ഗവർണർ ശ്രീധരൻപിള്ള രചിച്ച വാമന വൃക്ഷകല എന്ന പുസ്തകത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കോളേജിലെ ബോട്ടണി വിഭാഗം അധ്യാപിക ഡോക്ടർ TV ബിനു തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധത്തെപ്പറ്റിയും ചർച്ച നടത്തി. ജപ്പാൻകാരുടെ ബോൺസായി എന്ന സങ്കല്പത്തിന് മുൻപ് തന്നെ ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന വാമന വൃക്ഷകലയെപ്പറ്റി പൊതുലോകത്തിന് പരിചയപ്പെടുത്താൻ കൂടുതൽ ഗവേഷണം നടത്തുന്നതിനും മറ്റുമായി ഗവർണർ അധ്യാപികയ്ക്ക് പ്രാരംഭഘട്ടമായി 1 ലക്ഷം രൂപ പാരിതോഷികം ചടങ്ങിൽ വെച്ച് പ്രഖ്യാപിച്ചു. BJP നേതാവ് ബിപിൻ പാറമേക്കാട്ടിൽ
കൊച്ചിൻ സർവകലാശാല മുൻ അംഗം ടോണി റാഫേൽ തുടങ്ങിയവർ ഗവർണറെ അനുഗമിച്ചു. വിയൂർ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന മകന് നൽകാൻ കഞ്ചാവുമായി വന്ന അമ്മ അറസ്റ്റിൽ. തിരുവനന്തപുരം കാട്ടാക്കട പന്നിയോട് സ്വദേശി 45 വയസ്സുള്ള ലതയാണ് എക്സൈസിന്റെ പിടിയിലായത്. കോലഴി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ നിധിൻ കെവിയും സംഘവും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വിയൂർ ജയിലിലെ ഉദ്യോഗസ്ഥർ നൽകിയ രഹസ്യവിവരത്തെ തുടർന്നാണ് എക്സൈസ് സംഘം ജയിലിലെത്തി ലതയെ പരിശോധിച്ചത്. പരിശോധനയ്ക്കിടെ ലതയുടെ കൈവശമുണ്ടായിരുന്ന ഹാൻഡ് ബാഗിൽ സൂക്ഷിച്ചിരുന്ന 80 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. കാപ്പ നിയമപ്രകാരം വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം സ്വദേശി ഹരികൃഷ്ണ നൽകാനാണ് അമ്മ ലത കഞ്ചാവ് എത്തിച്ചതെന്ന് എക്സൈസ് പറഞ്ഞു. ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KM സജീവ്, ഗ്രേഡ് പ്രിവൻറ്റീവ് ഓഫീസർമാരായ സുധീർ കുമാർ MS, ജിതേഷ് കുമാർ MS, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അമിത K, സോന ഉണ്ണി എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. അത്തം മുതൽ 10 നാൾ പൂക്കളമിടാൻ ഇനി മലയാളികൾ മറ്റെങ്ങും പോകേണ്ട. ആളൂർ പഞ്ചായത്തിലെ കൊമ്പൊടിഞ്ഞാമാക്കലിൽ എത്തിയാൽ മതി. ആളൂർ പഞ്ചായത്തിലെ കൊമ്പൊടിഞ്ഞാമാക്കലിൽ എത്തിയാൽ മതി. ഇവിടെ 2 യുവ കർഷകരുടെ നേതൃത്വത്തിൽ 5 ഏക്കറോളം ചെണ്ടുമല്ലി പൂത്തുലഞ്ഞ് ഓണനാളുകളെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. കൊമ്പൊടിഞ്ഞാമാക്കൽ ചാലക്കുടി റോഡിൽ കാരൂർ കപ്പേളക്കുന്നിലാണ് നോക്കെത്താ ദൂരത്തോളം കണ്ണിനും മനസ്സിനും കുളിർമയേകി മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ചെണ്ടുമല്ലികൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. കാരൂർ സ്വദേശി വടക്കുംചേരി വീട്ടിൽ ജിൻസൺ, പുന്നേലിപ്പറമ്പിൽ ജെഫ്രിൻ പോളി എന്നിവരുടെ നേതൃത്വത്തിലാണ് പൂക്കൃഷി ഇറക്കിയത്. എനിക്ക് തോന്നി ഓണായിട്ട് നമ്മുടെ നാട്ടിൽ കുറച്ച് ചെട്ടുമല്ലി ചെയ്യാമെന്നൊരു ആഗ്രഹത്തോടെയാണ് ഞാനും എൻ്റെ കൂട്ടുകാരൻ ഒരു ജെഫ്രിൻ പോളി പുന്നേലിപ്പറമ്പിലും കൂടി ഇങ്ങനെ ഇത്രയും ഒരു 5 ഏക്കർ സ്ഥലത്തോളം പൂക്കൃഷി ചെയ്തത്. ഇതിന് ഉദ്ദേശം ഒരു 50,000 തൈകളാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുത്തിച്ചത്. 41,000 ചെണ്ടുമല്ലിയും 9,000 ജമന്തിയാണ് ഇറക്കിയത്. ഞങ്ങൾ ഇതിന് ജൈവവളമാണ് ഉപയോഗിച്ചത്. ചാണപ്പൊടി, കമ്പോസ്റ്റ് എന്നീ വളങ്ങളാണ് ഇട്ടിരുന്നത് ചെടി വെച്ചേക്കുന്നതും നട്ടേക്കുന്നതും. ഇത് വിറ്റഴിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടെ സമീപ പ്രദേശങ്ങളിലെ മാർക്കറ്റുകളിൽ കൊടുക്കുന്നുണ്ട്. അഷ്ടമിച്ചിറ, മാള, ചാലക്കുടി, കൊമ്പിടി എന്നിവിടങ്ങളിൽ കൊടുക്കുന്നുണ്ട്. തട്ടുതട്ടായ ഭൂമിയിൽ മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ചെണ്ടുമല്ലിയും കൂടാതെ ജമന്തിയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്നാണ് ഇവയുടെ തൈകൾ കൊണ്ടുവന്നത്. 41,000 ചെണ്ടുമല്ലി തൈകളും 9,000 ജമന്തി തൈകളും നട്ടു. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി. ചാലക്കുടി, മാള, അഷ്ടമിച്ചിറ തുടങ്ങി സമീപത്തെ ചെറുപട്ടണങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങൾ വഴിയാണ് പൂക്കൾ വിറ്റഴിക്കുന്നത്. തോട്ടത്തിന് മുൻവശത്തും ആവശ്യക്കാർക്ക് ഫ്രഷ് പൂക്കൾ നൽകുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള രാസവളങ്ങൾ ഉപയോഗിക്കാത്ത പൂവായതിനാൽ ആവശ്യക്കാർ ഏറെയാണ്. ഏക്കർ കണക്കിനുള്ള ഈ പൂപ്പാടം കാണാനും അവയുടെ ചിത്രങ്ങൾ എടുക്കാനും ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാ മാതാവിന്റെ പിറവി തിരുനാൾ സെപ്റ്റംബർ 8 ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 7 ശനിയാഴ്ച വൈകിട്ട് 5 ഇരിഞ്ഞാലക്കുട രൂപതാ വികാരി ജനറൽ ഫാദർ ജോസ് മാളിയേക്കലിന്റെ നേതൃത്വത്തിൽ മാതാവിന്റെ തിരുസ്വരൂപം പന്തലിലേക്ക് എഴുന്നള്ളിച്ചു വയ്ക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച കാലത്ത് 7:30 വിശുദ്ധ കുർബാനയും ശേഷം 8:30 വികാരി ഫാദർ വർഗീസ് പാത്താടന്റെ കാർമ്മികത്വത്തിൽ മാർ സ്റ്റീഫൻ ചെർപ്പണത്ത്, മറ്റ് പ്രമുഖ വ്യക്തികൾ, ഇടവക ജനങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ 50 അടി നീളവും 150 കിലോ തൂക്കവുമുള്ള പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജന്മദിന കേക്ക് മുറിക്കൽ നടക്കും. തുടർന്ന് 9 മണിക്ക് നേർച്ച ഊട്ട് വെഞ്ചരിപ്പ് നടക്കും. രാവിലെ 9 മുതൽ ഉച്ചതിരിഞ്ഞ് 3 വരെയാണ് നേർച്ച ഊട്ട് നടക്കുക. പാരിഷ് ഹാളിൽ നേർച്ച ഊട്ടിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നു. കാലത്ത് 9:30 ആഘോഷമായ തിരുനാൾ കുർബാന മാർ സ്റ്റീഫൻ ചെർപ്പണത്ത് അർപ്പിക്കും. തുടർന്ന് ഓരോ മണിക്കൂർ ഇടവിട്ട് ദേവാലയത്തിൽ വിശുദ്ധ കുർബാനകൾ ഉണ്ടായിരിക്കും. വൈകിട്ട് പ്രസിദ്ധമായ മാതാവിന്റെ കൂടുതുറക്കൽ ചടങ്ങിന് ശേഷം തിരുസ്വരൂപം പന്തലിൽ പ്രതിഷ്ഠിച്ച് നേർച്ചയും പൊന്നുചാർത്തലും നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് 5 മണിക്ക് ചാലക്കുടി ഇടവകയിലെ വൈദികർ പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 6 മണിക്ക് തിരുനാൾ പ്രദക്ഷിണം. പടിഞ്ഞാറെ കുരിശു ചുറ്റി ആയിരങ്ങൾ പങ്കെടുക്കും. പ്രദക്ഷിണത്തിനു ശേഷം കണ്ണിന് ആനന്ദകരമായ അനുഭവം നൽകുന്ന വർണ്ണക്കാഴ്ചയും തുടർന്ന് 7:30 മുതൽ 9 വരെ പള്ളിയങ്കണത്തിൽ ബാൻഡ് സെറ്റ് സൗഹൃദ മത്സരവും ഉണ്ടായിരിക്കും. ഈ വർഷം 15,000 പേർക്കാണ് ഊട്ടുസദ്യ ഒരുക്കിയിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ വർഗീസ് പാത്താടൻ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജിബിൻ നായത്തോടൻ, ഫാദർ നിക്സൺ കാഞ്ഞുകാരൻ, ജനറൽ കൺവീനർ ദേവസിക്കുട്ടി പനേക്കാടൻ, കൈക്കാരൻ ജോൺ ആളൂക്കാരൻ, പബ്ലിസിറ്റി കൺവീനർ നിശാന്ത് ഡി കുള എന്നിവർ പങ്കെടുത്തു. ഇവിടെ പരിശുദ്ധ അമ്മയുടെ ജന്മതിരുനാളിന് ഒരുക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
എല്ലാ സ്ഥലങ്ങളിലുമുള്ള ജനതിരുനാൾ പോലെയുള്ള എല്ലാ ആഘോഷ പരിപാടികളുണ്ട്. പക്ഷെ ഇതിൻ്റെ ഹൈലൈറ്റ് മറ്റ് പലയിടത്തും ഇല്ലാത്ത ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു പുതിയ പദ്ധതി ഇവിടെ ആരംഭിക്കുന്നതാണ്. ആ പദ്ധതിയുടെ പേര് ചില്ലറക്കാരനാണ്. ആ ചില്ലറക്കാരൻ പദ്ധതി ഇനാഗ്രേറ്റ് ചെയ്യുന്നത് കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട ഡേവിസ് ചെറമൽസാണ്. നാഷണൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടി നാടിന് അഭിമാനമായി സ്വാനിക്. കൊടകര പുതുക്കുളങ്ങര കളപ്പുരവാതുക്കൽ വീട്ടിൽ സന്തോഷിന്റെയും രാഖിയുടെയും മകനായ സ്വാനിക് എസ് നായരാണ് തിരുവനന്തപുരത്ത് നടന്ന കളരിപ്പയറ്റിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ ഹൈ കിക്കിൽ ദേശീയ തലത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി നാടിന് അഭിമാനമായത്. പേരാമ്പ്ര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സ്വാനിക്. 6 വയസ്സ് മുതലേ കളരിപ്പയറ്റിൽ ചുവടുകൾ വെച്ച് ആരംഭിച്ച ഈ കൊച്ചുമിടുക്കൻ ഇതിനോടകം തന്നെ നിരവധി സമ്മാനങ്ങളാണ് വാരിക്കൂട്ടിയിട്ടുള്ളത്. ഞാൻ ജില്ലയിലും സ്റ്റേറ്റിലും നാഷണലിലും പോയിട്ടുണ്ട്. അവിടെ എല്ലാം എനിക്ക് ഒരാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പോയതിന് എനിക്ക് സെക്കൻഡ് ആയിരുന്നു. ജില്ലയിൽ സ്റ്റേറ്റിനൊന്നും കിട്ടേണ്ടതിൽ ഈ പ്രാവശ്യം ജില്ലയിൽ ഫസ്റ്റും സ്റ്റേറ്റിൽ ഫസ്റ്റും നാഷണൽ ഫസ്റ്റും ഇനി അടുത്തത് ഖേലോ ഇന്ത്യയിൽ പോവാണ്. മുൻ വർഷങ്ങളിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. പേരാമ്പ്രയിലെ അരുൺ ഗുരുക്കളുടെ കീഴിലാണ് കളരി അഭ്യസിക്കുന്നത്. കളരിയെ കൂടാതെ യോഗയിലും സ്കേറ്റിംഗിലും മികച്ച പ്രകടനമാണ് ഈ കൊച്ചുമിടുക്കൻ കാഴ്ചവെക്കുന്നത്. നിതാര സഹോദരിയാണ്. സോനിക്ക് 6ാമത്തെ വയസ്സ് മുതലാണ് കളരി സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ പേരാമ്പ്രയിലുള്ള അരുൺ ഗുരുക്കളുടെ അടുത്താണ് ജോയിൻ ചെയ്തത്. ഇപ്പോൾ അവൻ ഡിസ്ട്രിക്റ്റിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇതിനു മുൻപ് കളരി യോഗയിലും പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2022 ഇവൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഡിസ്ട്രിക്റ്റിൽ സെക്കൻഡ് കിട്ടി. സ്റ്റേറ്റിലേക്ക് പോയി. സ്റ്റേറ്റിൽ പോയിട്ട് സമ്മാനം കിട്ടിയില്ല. ഈ വർഷം ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും നാഷണലും ഫസ്റ്റ് പ്രൈസ് തന്നെയായിരുന്നു. മുരിങ്ങൂർ ശ്രീ കുമാരമല്ലംചിറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ശിവപാർവതി ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി. എസ്. ശ്രീധരൻപിള്ള നിർവഹിച്ചു. ആത്മീയ ശക്തിയുള്ള സമൂഹത്തിന് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുമെന്നും ഗ്രാമക്ഷേത്രങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങളാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. ആത്മവിശ്വാസമാണ് നമ്മുടെ കൈമുതലെന്നും ആത്മവിശ്വാസത്തോടെ പ്രവർത്തിച്ചാൽ എന്ത് കാര്യവും നേടിയെടുക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്ഷേത്രം ശില്പി ടി. കെ. ചന്ദ്രൻ, സ്ഥപതി രജു ആചാരി, ക്ഷേത്രം മേൽശാന്തി അനിൽനാഥ് എന്നിവർ ശിലാസ്ഥാപന ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഏകദേശം 40 ലക്ഷത്തോളം രൂപ ചെലവിലാണ് ക്ഷേത്രത്തിന് പുറത്തായി ശിവപാർവതി ക്ഷേത്രം നിർമ്മിക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രസിഡന്റ് വി. പി. ഷാജു അധ്യക്ഷത വഹിച്ചു. MLA സനീഷ് കുമാർ ജോസഫ്, കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, ചാലക്കുടി നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ MM അനിൽകുമാർ, BSS സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദ് തച്ചുവേലിൽ, A. വിനോദ് കുമാർ, ജനറൽ കൺവീനർ MK സന്തോഷ് കുമാർ, സെക്രട്ടറി VV വിനോജ്, ട്രഷറർ VV ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച MS രാധാകൃഷ്ണൻ, RC നായർ, ഡോക്ടർ ഷുഹൈബ് ഖാദർ, സിജോ ജോസഫ് എന്നിവരെ ആദരിച്ചു. ഒരു പുഷ്പം മാത്രം പോരാ, റോസ മാത്രം പോരാ, അല്ലെ മറ്റൊരു ചെടി മാത്രം പോരാ. ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന ആനോഭദ്ര കൃതമോയന്ത വിശ്വന്തത, ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ശുഭചിന്തകൾ വരട്ടെ, സ്വീകരിക്കാമെന്ന് പറഞ്ഞ അങ്ങനെ സ്വീകരിച്ച ചരിത്രം നമുക്കുള്ളതാണ്. ഞാൻ ഇനി ഇതാ പോകാൻ പോകുന്നത് കല്ലേറ്റുകര സംഗമ ഗ്രാമ മാധവാചാര്യൻ്റെ ഇല്ലത്തേക്കും ആ ക്ഷേത്രത്തിലേക്കുമാണ്. അവിടെ ടൈം 10:45 ഞാൻ അവിടെ എത്തേണ്ടതാണ്. ഇന്ന് ചരിത്രത്തിലെ ലോക ചരിത്രത്തിൽ ന്യൂട്ടന് മുമ്പ്, ന്യൂട്ടൺ ആണല്ലോ മാത്തമാറ്റിക്സിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം നടത്തുക, അത് 17ാം നൂറ്റാണ്ടിലാണ്. പക്ഷേ 14 സ്കൂട്ടറിൽ പോവുകയായിരുന്ന ദമ്പതികൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. ജീവൻ തിരിച്ചു കിട്ടിയത് തലനാരിഴയ്ക്ക്. തൊട്ടടുത്ത ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ടും വനപാലകർ എത്തിയില്ലെന്നും ആരോപണം. കാലടി പ്ലാന്റേഷനിൽ ദമ്പതികൾക്ക് നേരെ കാട്ടാന ആക്രമണം. ബൈക്ക് യാത്രികരായ ദമ്പതികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7:30ഓടെയായിരുന്നു സംഭവം. അയ്യമ്പുഴ സ്വദേശികളായ പൈനാടത്ത് വീട്ടിൽ ബിജുവും ഭാര്യ സോഫിയയുമാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. ജോലി കഴിഞ്ഞ് വരികയായിരുന്ന സോഫിയയെയും കൂട്ടി വീട്ടിലേക്ക് പോകും വഴിയായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. അയ്യമ്പുഴ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുളിരാംതോട് അമ്പലത്തിന് സമീപം ആണ് ദമ്പതികൾക്കു നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. വളവിൽ നിൽക്കുകയായിരുന്ന ആനയ്ക്ക് മുൻപിൽ ഇവരുടെ സ്കൂട്ടർ അകപ്പെടുകയായിരുന്നു.
ആനയെ കണ്ട് വാഹനം തിരിക്കുന്നതിനിടയിൽ ഇവർക്ക് നേരെ ആന പാഞ്ഞടുക്കുകയും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഇടിച്ച് മറിച്ചിടുകയും ചെയ്തു. ആക്രമണത്തിൽ കാട്ടാനയുടെ കാലിനടിയിൽ ദമ്പതികൾ പെടുകയും ഇവർ ധരിച്ചിരുന്ന ഹെൽമെറ്റിൽ കാട്ടാനയുടെ കാൽ കൊണ്ട് തട്ടുകയും ചെയ്തു. ആനയുടെ ശ്രദ്ധ മാറിയ ഉടനെ തന്നെ ഇവർ ആനയുടെ കാലിനടിയിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് ആന ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ 100 മീറ്ററോളം വലിച്ചടിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. സംഭവം നടന്ന് ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള അയ്യമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഉടനെ വിവരം അറിയിച്ചെങ്കിലും വാഹനമില്ലെന്ന കാരണത്താൽ ഇവർ എത്തിയില്ലെന്ന് ആക്ഷേപമുണ്ട്. 1 മണിക്കൂറിന് ശേഷം ഏഴാറ്റുമുഖം റേഞ്ചിലെ അതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും വനപാലകർ എത്തിയാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ഏഴാറ്റുമുഖം ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള സ്ഥലമായതിനാലാണ് തൊട്ടടുത്തുള്ള അയ്യമ്പുഴ സ്റ്റേഷനിൽ നിന്നും ഉദ്യോഗസ്ഥർ എത്തിയിരുന്നതെന്നാണ് നാട്ടുകാർ ആരോപിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6670 രൂപ, പവന് 53,360 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആഗോള ഗണിത ശാസ്ത്ര രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ ഗണിത ജ്യോതിശാസ്ത്രജ്ഞൻ സംഗമഗ്രാമ മാധവൻ ജീവിച്ചിരുന്ന കല്ലറ്റിങ്കരയിലെ ഇരിഞ്ഞാടപ്പള്ളി മനയിലും വനനിരീക്ഷണം നടത്തിയിരുന്ന ഇരിഞ്ഞാടപ്പള്ളി ക്ഷേത്രത്തിലും ഗോവ ഗവർണർ P.S. ശ്രീധരൻപിള്ള സന്ദർശനം നടത്തി. വിയ്യൂർ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന മകന് നൽകാൻ കഞ്ചാവുമായി വന്ന അമ്മ അറസ്റ്റിൽ. ആളൂർ പഞ്ചായത്തിലെ കൊമ്പൊടിഞ്ഞ മക്കലിൽ വിളവെടുപ്പിനൊരുങ്ങി ചെണ്ടുമല്ലിത്തോട്ടം. സ്കൂട്ടറിൽ പോവുകയായിരുന്ന ദമ്പതികൾക്കു നേരെ കാട്ടാനയുടെ ആക്രമണം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.